ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച ശേഷം ആ വീട് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക എങ്ങനെയാണ് എന്നതിനുള്ള 10 ടിപ്സുകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിലേറ്റവും ആദ്യത്തേതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് നമ്മുടെ വീടിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ വീടിനെ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ വീട് ചിലപ്പോൾ ചെറുതാവാം, വലുതാവാം, അതും അല്ലെങ്കിൽ ചിലപ്പോൾ വാടക വീടാവാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര ഭംഗിയൊന്നും നമ്മുടെ വീടിന് ഉണ്ടാവില്ല. ഈ നമ്മുടെ വീട് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ അതിനെ സ്നേഹിക്കുമ്പോൾ മാത്രമേ ആ വീടിനെ നമുക്ക് കെയർ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ആ വീട്ടിലുള്ളവരോട് സ്നേഹത്തോടെ നിൽക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്കൊരു പോസിറ്റീവ് എൻവിയോൺമെൻറ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ആവുമ്പോൾ തന്നെ നമ്മുടെ വീടിന് 100 ഇരട്ടി ഭംഗിയുണ്ടാവും. ആ വീട്ടിലേക്ക് കയറി വരുന്ന ഓരോരുത്തർക്കും ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള ടിപ്പ് മറക്കണ്ട, നമ്മുടെ വീടിനെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ടിപ്പ് നോക്കാം. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു കൂട്ടുക. ഒരുപാട് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുക. അതും അല്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കുക. ഡ്രസ്സാണെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ആണെങ്കിലും കുട്ടികളുടെ ടോയ്സ് ആണെങ്കിലും ഒക്കെ ഒരു പരിധിയിൽ കൂടുതലാണെങ്കിൽ നമുക്കത് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി മൂന്നാമത്തെ ടിപ്പ് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള ഓരോ ഐറ്റത്തിനും അതിൻ്റെതായ ഒരു സ്പേസ് കൊടുക്കാം. നമ്മൾ അതിനൊരു സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞ് നമ്മൾ അതേ സ്പേസിൽ അത് തിരിച്ചു വെക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വലിച്ചു വാരിയിടും. വേസ്റ്റ് ആണെങ്കിൽ വേസ്റ്റ് ഇടാനായിട്ട് ഒരു ബോക്സ് വെക്കുക. ഡ്രസ്സുകൾ കൃത്യമായി ഒരേ സ്ഥാനത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അതേ സ്ഥാനത്ത് തിരിച്ചു വെക്കും. കിച്ചൺ ടവല്, സോക്സ്, ഫയൽസ്, അതുപോലെ ടൂൾസ്, ഇതുപോലെയുള്ള ഓരോ വസ്തുവിനും നമ്മൾ ഓരോ സ്പേസ് കൊടുക്കുക. നമുക്കൊക്കെ ഓരോ വീടുള്ളത് പോലെ നമ്മുടെ വീട്ടിലെ ഓരോ വസ്തുവിനും ഓരോ സ്പേസ് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേയേറെ വീട് അലങ്കോലമായി പോകാതെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മുടെ വീട്ടിലുള്ളവരും അതേ ഒരു രീതി തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് വൃത്തിയാക്കാൻ നമുക്ക് ഏറെ സഹായമായിരിക്കും അത്. ഇനി നമുക്ക് നാലാമത്തെ ടിപ്പ് നോക്കാം. നമ്മുടെ ജോലികൾ ഒരിക്കലും കൂട്ടി വെക്കാതിരിക്കുക. പ്രത്യേകിച്ച് തുണി നനക്കല്, മടക്കല്, പാത്രം കഴുകല്, ഈ കാര്യങ്ങളൊന്നും പെൻഡിങ് ആക്കി വെക്കാതിരിക്കുക. പെൻഡിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇരട്ടി ജോലിയാവും. അതുകൊണ്ട് തന്നെ പറ്റുന്നത് പോലെ ഇടയ്ക്കിടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തുണി നനക്കുക എന്നുള്ളത് ഒരു സെറ്റ് തുണിയെങ്കിലും എല്ലാ ദിവസവും നനക്കാനായിട്ടും അതുപോലെ ഒരു സെറ്റ് തുണി മടക്കി വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അഞ്ചാമത്തെ ടിപ്പ് നോക്കാം. കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ള ജോലികൾ പോലെയല്ല കുക്കിംഗ്. നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്യേണ്ട ഒരു ഏരിയയാണ് കിച്ചൺ. അതുകൊണ്ട് തന്നെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ പ്രത്യേകം ഒരു റുട്ടീൻ തന്നെ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള കിച്ചണിലേക്ക് എത്താനായിട്ട് പറ്റും. ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനും അതുപോലെ ഷെൽഫുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും ടൈം കണ്ടെത്തുക. മറ്റുള്ള റൂമുകളെ അപേക്ഷിച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ കിച്ചണിലും കിച്ചൺ ഷെൽഫുകളിലും പാറ്റ, പല്ലി പോലെയുള്ള ജീവികളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കെയർ കൊടുത്ത് കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആറാമത്തെ ടിപ്പ് നോക്കാം. ഏത് ജോലിക്കൊപ്പവും ക്ലീനിങ്ങും കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പാത്രം കഴുകൽ. ആർക്കും വലിയ താല്പര്യമുള്ള ഒരു ജോലി ആയിരിക്കില്ല പാത്രം കഴുകൽ. പക്ഷേ നമുക്ക് കറികൾ വേവുന്ന സമയം കൊണ്ടൊക്കെ പാത്രങ്ങൾ കഴുകി വെക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യാതെ പലപ്പോഴും ലാസ്റ്റ് കഴുകാമെന്ന് കരുതി മാറ്റി വെക്കും. അവസാനം ഈ പാത്രങ്ങളെല്ലാം കൂടി കാണുമ്പോൾ മടി വരും. അപ്പോൾ അതവിടെ വെച്ചിട്ട് പോവും. മറ്റുള്ള ജോലികളിലേക്ക് പോവും. തിരിച്ചു വരുമ്പോഴും പാത്രം അതുപോലെ തന്നെ ഇരിക്കും. നമ്മുടെ കിച്ചൺ ഒരു ഓർഗനൈസ്ഡ് ആയി ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പരമാവധി അങ്ങനെയുള്ള ജോലികൾ കുറച്ച് ടൈം എക്സ്ട്രാ കിട്ടുമ്പോൾ നമ്മൾ ഫോണോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കോ പോവാതെ വേഗം തന്നെ പണികൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ ഒരു സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഏഴാമത്തെ ടിപ്പ് ഏറ്റവും സിമ്പിളായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമുക്ക് എടുക്കാനും വെക്കാനും എളുപ്പത്തിലുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കുന്ന സമയത്ത് വലിച്ചു വാരിയിടേണ്ട ആവശ്യം വരില്ല.
പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഡ്രസ്സാണെന്നുണ്ടെങ്കിലും അതുപോലുള്ള മറ്റ് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുക്കാനും വെക്കാനും പറ്റുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക. എട്ടാമത്തെ ടിപ്പ് നല്ല എനർജറ്റിക് ആയും ഹാപ്പി ആയിട്ടും നമ്മുടെ ജോലികൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. 10 മിനിറ്റിൽ ഈ തുണികളെല്ലാം ഒന്ന് മടക്കി വെക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റിൽ ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ നമ്മൾ തന്നെ നമുക്കൊരു ടാസ്ക് ആയിട്ട് ആ ഒരു ജോലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ജോലി നല്ല സന്തോഷമായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഇനി 9ാമത്തെ ടിപ്പ് നോക്കാം. ഓരോ പ്രാവശ്യം ചെയ്യുന്ന ജോലികൾ പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ന് കരുതി ഓവർ പെർഫെക്റ്റ് ആക്കാനൊന്നും പോവണ്ട. ചെയ്യുന്ന ജോലി ശരിയായില്ല ഇനിയും ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 10 മിനിറ്റിൽ ചെയ്യേണ്ട ജോലി അരമണിക്കൂറാക്കി മാറ്റരുത്. അതുകൊണ്ട് ഓവർ പെർഫെക്ഷൻ ഒന്നും നിൽക്കാതെ പറ്റാവുന്ന രീതിയിൽ മാക്സിമം ജോലികൾ ചെയ്ത് തീർക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാ ജോലികളിലും നമുക്ക് എത്താൻ പറ്റും. ഇനി അവസാനത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. വേഗത്തിൽ നമ്മുടെ ജോലികൾ ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് കുറച്ച് സമയം എൻ്റർടൈൻമെൻറ്റിനായിട്ട് കിട്ടുള്ളൂ. ഫാസ്റ്റായിട്ട് ജോലികൾ തീർത്ത് നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാൻ കഴിയും. ആ ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ തന്നെ വേഗത്തിൽ ജോലികൾ തീർക്കാനും നമുക്കിഷ്ടപ്പെട്ട മേഖലയിൽ സമയം ചെലവഴിക്കാനും സാധിക്കും. ക്രാഫ്റ്റ് ചെയ്യാനോ സ്റ്റിച്ച് ചെയ്യാനോ അങ്ങനെ എന്തു തന്നെ ആവട്ടെ, നമുക്കിഷ്ടപ്പെട്ട മേഖലയിലേക്ക് നമ്മൾ വേഗത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലികളെല്ലാം വേഗത്തിൽ തീർക്കണം. അപ്പം അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോലികളും ചെയ്ത് സമയം ചെലവാക്കാതെ പെട്ടെന്ന് തന്നെ ജോലികൾ ചെയ്ത് തീർത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള 10 ടിപ്സ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. എന്നാലാണെങ്കിലോ കുറച്ച് വിൽ പവർ ഒക്കെ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ വൃത്തിയായി വെച്ച വീട് അതേപോലെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്ത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്സും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്.